SNDP യോഗം നടുവിൽക്കര ശാഖയുടെ ആഭിമുഖ്യത്തിൽ അവാർഡ് ദാനവും പുസ്തക വിതരണവും നടത്തി. വാടനപ്പള്ളി ധന്യ റിസോർട്ടിൽ നടത്തിയ ചടങ്ങ് അമരിപ്പാടം ശ്രീ ഗുരുനാരായണാശ്രമം മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് പ്രവീൺജിത്ത് അധ്യക്ഷത വഹിച്ചു. യോഗം ബോർഡ് മെമ്പർ പ്രകാശ് കടവിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. SSLC, +2 പരീക്ഷകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. ശാഖാ സെക്രട്ടറി VD രഘുനന്ദനൻ, രക്ഷാധികാരി ഷാജി പള്ളിത്താഴത്ത്, അനിത്ത് ആന്തോപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മണികണ്ഠൻ മുടവങ്ങാട്ടിൽ, ഗിരീഷ് ചക്കാമടത്തിൽ, കിരൺ കുര്യക്കോട്ട്, സന്തോഷ് ഒരിപ്പറമ്പിൽ, രമേശ് നേടിയമ്പത്ത്, സജീഷ് വത്തിശ്ശേരി, വനിതാ വിംഗ് പ്രതിനിധികൾ, യൂത്ത് മൂവ്മെന്റ് അംഗങ്ങൾ, ബാലജനയോഗം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ക്യാൻസർ തുടങ്ങിയ മാരക രോഗങ്ങൾ കൊണ്ട് ഇവിടം കലുഷിതമാക്കി തീർക്കുന്നത് നമ്മളോട് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ. ഇതെല്ലാം ദിനചര്യാക്രമമോ വ്യായാമമോ അടുക്കും ചിട്ടിയോ ഇല്ലാത്ത ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെ കടമയാണ്? സ്ത്രീകളുടെ കടമയാണ്. വീടിനൊരു അടുക്കും ചിട്ടയും വേണം. നേരത്തെ എഴുന്നേൽക്കുക, ഉണർന്നെഴുന്നേറ്റ് ജീവിതത്തിലെ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ പ്രാപ്തരാകുക. ഞാൻ ഈ വീടിൻ്റെ വിളക്കാണെന്ന് സ്വയം പറയണം. പുരാണങ്ങളിലും മറ്റ് ഗുരുക്കന്മാരും പറഞ്ഞിരിക്കുന്ന വരികൾ മാത്രം എടുത്ത് ഉദ്ഘോഷിക്കുകയല്ല സ്ത്രീ ഐശ്വര്യം എന്നുള്ള വാക്ക്, മറിച്ച് കർമ്മത്തിലൂടെയായിരുന്നു അവൾ ഐശ്വര്യമായിരുന്നു. ആ കർമ്മ പദ്ധതി നമ്മളെല്ലാം വിട്ടുകളഞ്ഞു. എല്ലാ കുട്ടികളെയും ഞാൻ പറയുന്നു 5 മണിക്ക് തലേ വെള്ളം കോരി ഒഴിച്ചു എഴുന്നേൽപ്പിച്ചിരിക്കണം. എന്തിനാണ്? അവർക്ക് ഉന്മേഷമുള്ളവരാകാൻ, മനോധൈര്യമുള്ളവരാകാൻ, ഏകാന്തതയുള്ളവരാകാൻ, രോഗമില്ലാത്തവരാകാൻ എല്ലാം അവർക്ക് സാധിക്കും.